രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ റെഡിയാക്കി. ഇതെൻ്റെ പുതിയ ചട്ടിയാണ്. ഞാൻ പരിമലയിൽ നിന്ന് വാങ്ങിച്ച ചട്ടിയാണ്. ഇന്ന് ഇതിലാണ് ഞാൻ മീൻ കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. ഇതെന്തായാലും തീരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പൊട്ടിപ്പോകുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് പഴക്കി എടുത്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിന്ന് കൂട്ടാൻ വെച്ച് നോക്കാവേ. ഉദ്ഘാടനം മത്തിക്കറി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഉലുവ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടാണ് നമ്മളിന്ന് വെക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ദൈവമേ, ഈ ചട്ടിക്കകത്ത് കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. എടുക്കാനും നോക്കാം നമുക്ക്. ഓക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയാണ്. കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഉണ്ട്. പൊടി ഇട്ട് കൊടുക്കാം, എല്ലാ പൊടികളും. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാവേ. മാങ്ങ, ഉപ്പ് വീണു ഗൈസ്. ഞാൻ തുടയ്ക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെ കൈ കൊള്ളും, അതുകൊണ്ട് നമുക്ക് പിന്നെ തുടയ്ക്കാം. പിന്നെ പീക്കിരി മത്തിയാ കേട്ടോ. ഇട്ട് കൊടുക്കാം നമുക്ക്. നമുക്കിതെല്ലാം അങ്ങോട്ട് മുക്കി 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 വയ്ക്കാമേ. ാണ് നമ്മുടെ കണ്ട അടിപൊളി. അടച്ച് വയ്ക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? എൻ്റെ ചട്ടി സൂപ്പർ അല്ലേ? ഞാനതൊക്കെ തുടച്ചായിരുന്നേന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി ഗൈസ്. ഞാൻ തുടച്ചു, എൻ്റെ കയ്യും പൊള്ളി. നമുക്ക് നോക്കാം. ഇതെന്തെങ്ങനെ പതയുന്നത്? പുതിയ ചട്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പതയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മീൻകറി കുളവായോ എന്ന് അറിഞ്ഞുകൂടാ. അതെന്തെങ്ങനെ പുതിയ ചട്ടിക്ക് ഇങ്ങനെ പതയുമോ? അറിയാവുന്നവരൊന്ന് പറയണേ. ദൈവമേ, കാക്ക കരയുന്നുണ്ട്. മീന് പറഞ്ഞു കേട്ടോ, കാക്ക വലിയ സൂപ്പർ ഹീറോയാണെന്ന് വിചാരം. ഭയങ്കരമായിട്ട് കരയുന്നു. ഇന്ന് കാക്കയുടെ സൗണ്ടും കൂടെ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണും. നമുക്ക് മീൻ കുറയും. നമുക്ക് മീൻ വറക്കാമേ. ഏറുന്നുണ്ട് ഗ്യാസ്. ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാം. ഗ്യാസിലേറുന്നുണ്ട് ഗൈസ്. സ്റ്റൗവിൽ സോറി കേട്ടോ, സ്റ്റൗവിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ച, പക്ഷെ ഗ്യാസ് ഒന്നായിപ്പോയി. എല്ലാവരും ക്ഷമിക്കൂ. മീനും കൂടെ വറക്കാനിട്ട് ഇനിയും കുറച്ച് പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയും കൂടെ നമുക്ക് വയ്ക്കാം. പാവയ്ക്ക കൂടി വെച്ചു. ഇതും കൂടി ഞാൻ റെഡിയാണ്. ഇത് കഴിക്കാമോ? പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് പച്ചടിയും കൂടെ വെച്ചായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഓക്കെ, ടാറ്റാ.